celebrating 13 colorful years of capturing heartbeats of Keralites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. ഷിക്കാഗോ സെന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ഇടവകയിലെ പരിശുദ്ധ ദൈവമാതാവിന്റെ ദർശന തിരുനാൾ 9 ദിവസങ്ങൾ നീണ്ടുനിന്ന ഭക്തി നിർഭരമായ പരിപാടികളോടെ സമാപിച്ചു. കോട്ടയം കല്ലിശ്ശേരി ഇടവക വികാരി റവറൻ ഫാദർ റെന്നി കട്ടേൽ അർപ്പിച്ച ഭക്തി നിർഭരമായ വിശുദ്ധ കുർബാനയോടെയാണ് തിരുനാൾ കർമ്മങ്ങൾ ആരംഭിച്ചത്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടത്തപ്പെട്ട നൊവേനയ്ക്കും ലതിഞ്ഞിനും പ്രദക്ഷിണത്തിനും ശേഷം ഇടവക വികാരി റവൻ ഫാദർ സിജു മുടക്കോടിൽ തിരുനാൾ പതാക ഉയർത്തിക്കൊണ്ട് തിരുനാളിന് ഔദ്യോഗികമായ തുടക്കം കുറിച്ചു. കൊടിയേറ്റിന് ശേഷം തിരുനാൾ ഏറ്റെടുത്തു നടത്തുന്ന സെന്റ് ജൂഡ് കൂടാര യോഗത്തിലെ വനിതകൾ അവതരിപ്പിച്ച ക്രിസ്ത്യൻ തിരുവാതിര ഏറെ ശ്രദ്ധ നേടി. സ്നേഹവിരുന്നോടെയാണ് തിരുനാളിന്റെ 1-ാം ദിവസത്തെ ആഘോഷങ്ങൾ സമാപിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിൽ മലങ്കര റീതിയിലുള്ള കുർബാനയടക്കം എല്ലാ ദിവസവും ആഘോഷമായ തിരുകർമ്മങ്ങൾ നടത്തപ്പെട്ടു. യുവജനങ്ങൾക്ക് വേണ്ടി ഇംഗ്ലീഷിലുള്ള തിരുകർമ്മങ്ങൾക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം ജ്ഞാനായ റീജിയൻ യൂത്ത് ഡയറക്ടർ ഫാദർ ബീൻസ് ചേത്തലിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഇടവകയിലെ കൂടാര യോഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട കലാസന്ധ്യ വൈവിധ്യമാർന്ന പരിപാടികളോടെ ശ്രദ്ധ നേടി. ശനിയാഴ്ച വൈകുന്നേരം ബെൻസൺവിൽ സേക്രഡ് ഹാർട്ട് ജ്ഞാനായ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരിയും ജ്ഞാനായ റീജിയൻ ഡയറക്ടറും കൂടിയായ മോൺസിഞ്ഞോർ തോമസ് മുളവനാൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദർശന സമൂഹത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രസിദ്ധേന്തി വാഴ്ചയും കപ്ലോൻ വാഴ്ചയും തിരുകർമ്മങ്ങളുടെ ഭാഗമായി നടത്തപ്പെട്ടു. തുടർന്ന് നടത്തപ്പെട്ട കലാസന്ധ്യയ്ക്ക് മുൻപായി കോട്ടയം അതിരൂപതാംഗവും ആൾജീരിയയുടെയും ട്യൂണീഷ്യയുടെയും വത്തിക്കാൻ സ്ഥാനാപതിയായി സേവനമനുഷ്ഠിക്കുന്ന ആർച്ച് ബിഷപ്പ് കുര്യൻ വയലുങ്കൽ പിതാവിന് ഇടവകയുടെ ഔദ്യോഗികമായ സ്വീകരണം നൽകുകയും അദ്ദേഹം കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. കലാസന്ധ്യയ്ക്ക് തിരുനാൾ പ്രസിദ്ധന്തിമാരായ സെന്റ് കൂടാരയോഗത്തിലെ അംഗങ്ങളും ഇടവകയിലെ വിവിധ മിനിസ്ട്രികളും നേതൃത്വം നൽകി. തിരുനാളിന്റെ പ്രധാന ദിവസമായ ഓഗസ്റ്റ് 18 നടത്തപ്പെട്ട ആഘോഷമായ റാസ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ആർച്ച് ബിഷപ്പ് കുര്യൻ വയലുങ്കൽ പിതാവാണ്. ആയിരക്കണക്കിന് ആളുകൾ പങ്കുചേർന്ന റാസ കുർബാനയ്ക്ക് ഫാദർ ബോബൻ വട്ടംപുറത്ത്, ഫാദർ സിജു മുടക്കോടിൽ, ഫാദർ പോൾ മുത്തൂറ്റ്, ഫാദർ ജിതിൻ വല്ലാർക്കാട്ടിൽ, ഫാദർ ജോഷി വലിയ വീട്ടിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ആർച്ച് ബിഷപ്പ് മാർ കുര്യൻ വയലുങ്കൽ തിരുനാൾ സന്ദേശം നൽകി. റാസ കുർബാനയ്ക്ക് ശേഷം ദൈവാലയം ചുറ്റിയുള്ള പ്രദക്ഷിണവും സ്നേഹവിരുന്നും നടത്തപ്പെട്ടു. ജ്ഞാനായ റീജിയൻ ഡയറക്ടർ റവറൻ മോൺ തോമസ്, റവറൻ റെനി കട്ടേൽ, റവറൻ ഫാദർ ജിതിൻ വല്ലാർക്കാട്ടിൽ, റവറൻ ഫാദർ ജെറി മാത്യു, റവറൻ ഫാദർ ലിജോ കൊച്ചുപറമ്പിൽ, റവറൻ ഫാദർ ബിബി തറയിൽ, റവറൻ മോൺ തോമസ് കടുകപ്പള്ളിൽ, റവറൻ ഫാദർ ബിൻസ് ചേത്തലിൽ, റവറൻ ഫാദർ ബോബിൻ വട്ടംപുറത്ത്, റവറൻ ഫാദർ ജോഷി വലിയ വീട്ടിൽ എന്നിവർ വിവിധ ദിവസങ്ങളിലെ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ജോജോ ഇടക്കരയുടെ നേതൃത്വത്തിലുള്ള തിരുനാൾ കമ്മിറ്റിയാണ് സിസ്റ്റർ സിൽവേരിയസ് കൈക്കാരന്മാരായ സാബു കട്ടപ്പുറം, ബിനു പൂത്തുറയിൽ, ലൂക്കോസ് പൂഴിക്കുന്നേൽ, ജോർജ് മറ്റത്തിപ്പറമ്പിൽ, നിബിൻ വെട്ടിക്കാട്ടിൽ, അക്കൗണ്ടന്റ് ജെയിംസ് മാന്നക്കുളത്തിൽ, സെക്രട്ടറി സണ്ണി മേലേടം, PRO അനിൽ മറ്റത്തിക്കുന്നേൽ എന്നിവരാണ് തിരുനാളിന് നേതൃത്വം നൽകിയത്. കലാസന്ധ്യകൾക്ക് സിബി കൈതകത്തൊട്ടിയിൽ, പ്രതിഭ തച്ചേട്ട്, മഞ്ഞു തിരുനെല്ലിപ്പറമ്പിൽ, ആൻസി കുപ്ലിക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@tmalayaali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയയ്ക്കുക.